ഹൈക്കോടതിക്ക് മുൻപിൽ ആത്മഹത്യാ ശ്രമം. ദമ്പതികളാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആംബുലൻസ് ഡ്രൈവറായ ബിനുവും ഭാര്യ ബിൻസിയുമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കോടതിക്ക് മുന്നിൽ ആംബുലൻസിൽ വെച്ചായിരുന്നു വിഷം കഴിച്ചത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ദമ്പതികളാണ് വിഷം കഴിച്ചത്, അതും ഹൈക്കോടതിക്ക് മുൻപിൽ വെച്ച്. എന്താണ് സംഭവം മിഥുൻ? ചില ഗുരുതരമായ ആക്ഷേപങ്ങൾ ഈ ദമ്പതികൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇവരിപ്പോൾ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അവർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് അവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 6:30 കൂടിയാണ് ഇവർ ഒരു ആംബുലൻസിൽ ഈ ആത്മഹത്യക്ക് ശ്രമിച്ച ദമ്പതികളിൽ ഒരാൾ, ഭർത്താവ് ആംബുലൻസ് ഡ്രൈവറാണ്. ആ ആംബുലൻസിൽ ഹൈക്കോടതിക്ക് മുമ്പിൽ എത്തിയത്. അവിടെ വെച്ച് ഈ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. ആ വീഡിയോയിലാണ് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നീട് വിഷം കഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്നത് തനിക്കെതിരെ ഒരു വ്യാജ പീഡന ആരോപണം ഒരു സ്ത്രീ ഉന്നയിച്ചു. ആ സ്ത്രീ ആ വ്യാജ പീഡന പരാതിയിൽ കേസ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭീഷണിയാണ് തനിക്കെതിരെ ഉയർന്നിരുന്നത്. അത് ഈ യുവതിയുടെ ബന്ധുവായിട്ടുള്ള ഒരു ആലുവ സ്വദേശിയായിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിയും അതുപോലെ തന്നെ പോലീസും ചേർന്ന് തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലെല്ലാം തന്നെ പറയുന്നത്. ഈ അത്തരമൊരു ലൈംഗിക പീഡന ആരോപണം തനിക്കെതിരെ ഉയർന്നതിൽ കഴമ്പില്ല. ഒപ്പം തന്നെ താൻ പോലീസിനെ ഒരുപാട് തവണ സഹായിച്ചിട്ടുണ്ട് ആംബുലൻസ് ഡ്രൈവറായിരുന്ന എന്ന നിലയിൽ. എന്നിട്ടും തന്നെ അവിടെ കൊടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഈ ആരോപണം ഉന്നയിച്ച ഈ യുവതിയുമായി തനിക്ക് സൗഹൃദമാണ് ഉണ്ടായിരുന്നത് എന്ന് തെളിയിക്കുന്നതിന്റെ ചില ഫോട്ടോകളും എല്ലാം തന്നെ ഇവർ ആംബുലൻസിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതടക്കം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ഉയർന്നിരുന്നത്. ഒരു ജഡ്ജിക്കും അതുപോലെ തന്നെ പോലീസും കൂടി ചേർന്ന് തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നും ഈ ഒത്തുതീർപ്പിനെന്ന വണ്ണം പണവും അതുപോലെ തന്നെ സ്വർണവും ആവശ്യപ്പെട്ടിരുന്നു എന്നുമാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. എന്തായാലും ഇരുവരും ഇപ്പോൾ പുലർച്ചെ 6:30 കൂടിയാണ് ഹൈക്കോടതിക്ക് മുമ്പിലെത്തിയത്. അത്തരത്തിൽ വിഷം കഴിച്ചതിന് ശേഷം അവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ അവർക്കുള്ളത്. അവരുടെ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിഥുൻ, ഹൈക്കോടതിക്ക് മുൻപിൽ വെച്ചാണ് ആത്മഹത്യാ ശ്രമം ദമ്പതികൾ നടത്തിയത്. വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ആംബുലൻസ് ഡ്രൈവറായ ബിനുവും ഭാര്യ ബിൻസിയുമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കോടതിക്കെതിരെ അടക്കം ചില ഗുരുതരമായ പരാമർശങ്ങൾ ഇവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോടതിക്ക് മുൻപിൽ വെച്ച് ആംബുലൻസിൽ വെച്ചാണ് ഇവർ വിഷം കഴിച്ചത്. മിഥുൻ അയ്യപ്പനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.